ഇടവഴി പലവഴി താണ്ടി ആകത്താൻ തുമ്മിൽ ചെന്ന് ആയാലും കൂടി വിളിക്കിടകിളികാലൻ കത്തേ. വയനാടൻ മണ്ണിലെ സുന്ദരി പെണ്ണിന്റെ കഥ ഇന്ന് ചൊല്ലുമോ നെമ്മാടിക്കാറ്റ്, ചൊല്ലടി നെമ്മാടിക്കത്തേ. നാഗക്കുന്നിലെ അടിയാളന്മാർക്ക് നാഗയക്ഷിയമ്മ വരം കൊടുത്തേ. ൂരിലെ കന്യകയാ പെണ്ണൊരുവൾ വിഷകാരിയായി നിന്നിടണം. വിഷവൈദ്യം ജീവിത വ്രതമാക്കണം, പെണ്ണ് നാടിന് മാത്രമായി ജീവിക്കണം. ഏഴഴകുള്ളൊരു സുന്ദരി പെണ്ണ്, ചന്ദനമണമുള്ള വല്ലിപ്പെണ്ണ്, നാഗദൈവങ്ങളെ സാക്ഷിയാക്കി വിഷഹാരിയായി സ്ഥാനമേറ്റു. സർവവിഷം കിട്ടിയാണൊരുത്തൻ ആരാനും കൈവിട്ട് മരണത്തെ നല്ലിട്ട് വല്യപ്പെണ്ണിന്റെ മുമ്പിലെത്തി. 41 നാൾ വിഷചികിത്സ, ജീവൻ തിരിച്ചു പിടിച്ചു പെണ്ണ്. ആ നാളിലെന്നോ അനുരാഗം അവർ ഒരു മുല്ലവള്ളി പോൽ കടന്നു കയറി. പിരിയുവാൻ പോലും കഴിയാതെ അവരാ പ്രണയത്തിൻ മാലിക വരയിട്ടില്ല. ദേശത്തലവന്റെ കാതിലെത്തി അന്തിച്ചു നിന്നുപോയി നാട്ടുകാരും. വിഷഹാരി പെണ്ണിന് അനുരാഗമോ? ചട്ടങ്ങൾ ലംഘിച്ച പെണ്ണിനെ കുടികെട്ടി പുലിയെ പദവിലാക്കി. നാട്ടുകൂട്ടത്തിൻ വിചാരണയായി പഞ്ചമി നാളിൽ പെണ്ണിന്റെ സർവവിഷം തീണ്ടി കൊല്ലുവാനും മോഹിച്ച പുരുഷനെ തലവെട്ടി കവരിയിലെറിയുവാനും നാട്ടുകൂട്ടം വിധിയെഴുതി. പഞ്ചമി ചന്ദ്രനുദിച്ചു, പ്രളയത്തൊരുടലും പഠിച്ചു കബനിയിൽ. ആകത്താവിൽ വാദ്യങ്ങൾ മുഴങ്ങി, ചെമ്പക്കുടുപ്പിച്ചു മഞ്ഞൾ കുറി ചാർത്തി ഭരിമരത്തെ പോലെ വലിച്ചിഴച്ചു. പെണ്ണിനെ കൊണ്ടുവന്നു നാഗത്തറയിൽ നാഗരാജാവിനെ ചെന്നു കുടത്തിൽ കൊണ്ടുവച്ചു. പെണ്ണിൻ അലങ്കര കുടത്തിലാട്ടി. നാഗരാജാക്കൾ കനിഞ്ഞതാണോ പെണ്ണിനു ദംശനം കേൾക്കതില്ല. ചന്ദ്രനുദിക്കുമ്പോ മനത്ത് തിളങ്ങുന്ന